എന്നാ ഞാൻ പോവാ. മാത്രം കൊണ്ട് കാര്യമില്ലല്ലോ, പ്രവർത്തികളും കൂടെ വേണ്ടേ. രണ്ടു ദിവസമായോ എന്നിട്ട്? ആ ആളീ മരുന്ന് കാര്യം പറഞ്ഞു, പക്ഷെ എന്നാ വരുന്നെന്ന് പറഞ്ഞില്ലായിരുന്നു. വാ എലിക്കുട്ടിയമ്മേനെ കാണാൻ. പല്ല് തേച്ചാ? പല്ല് തേച്ച് കഴിഞ്ഞാ? പല്ല് തേക്കുന്നേ ഉള്ളൂ. ആ പല്ല് തേക്കുക. പ്രാർത്ഥനയായിരുന്നു, പ്രാർത്ഥനയായിരുന്നു. ഇതന്നെ ഇങ്ങനെ മുന്നറിയിപ്പൊന്നുമില്ലാതെ ആ പഞ്ചാബ് മിഠായിയാ. അമ്മ ഇപ്പം എത്ര നേരം പ്രാർത്ഥനയായിരുന്നേ. രാവിലെ ഏറ്റവും ഓടിയതൊക്കെ നടന്നു, വലിയ നടന്നിട്ട് പ്രാർത്ഥനയായിട്ടിരിക്കുമായിരുന്നു. തുടങ്ങിയതേ ഉള്ളൂ, പല്ല് തേക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പൊ തേക്കിയല്ലായിരിക്കും. തേക്കാൻ പിടിച്ചോണ്ട് നടന്ന പ്രാർത്ഥനയായിരുന്നേ. കുറച്ചു മുമ്പ് ചോദിച്ചപ്പോ പറഞ്ഞ് ഇച്ചിരി കഴിഞ്ഞ് മതിയെന്ന് പറഞ്ഞു. അവിടെ എങ്ങനെ ചൂട് തണുപ്പല്ലേ ഇപ്പം? ചൂട് തുടങ്ങിയോ? ആ ആശുപത്രി എങ്ങനെയുണ്ട് ചേച്ചിയുടെ കൈ? ആണോ? ആ ജോലി ഭയങ്കര ചൂടുവാ. ഇവൻ രാവിലെ പോയി. ഇവൻ 6:30 കാഞ്ഞേരത്താനത്ത് ഒരു വണ്ടിയുണ്ട്, കോളേജ് ബസ് ഉണ്ട്. പള്ളി ഗ്രൗണ്ടിലാണ് വണ്ടി കിടക്കണേ, പള്ളിയുടെ ഫ്രണ്ടില്ല. അപ്പോൾ അവിടെ കൊണ്ട് വണ്ടി വെച്ചിട്ട് അവിടെ നിന്ന് തന്നെ പോവാം. അതെല്ലാം ഓരോ സ്ഥലത്ത് പള്ളിയുടെ ഗ്രൗണ്ടിലാണ് വണ്ടി ഇട്ടിരിക്കുന്നവരെ. അതുകൊണ്ട് തന്നെ സാർ രാവിലെ ബസ്സിന് കയറി പോവാം. പക്ഷെ അവിടെ നിന്ന് പറഞ്ഞങ്ങാനത്തിന് ബസ്സില്ലല്ലോ, അങ്ങോട്ട് പോകണ്ടേ? 3-4 കിലോമീറ്റർ ഉണ്ടോ നീ അങ്ങോട്ട്? ഒന്നോ രണ്ടോ ബസ്സേ ഉള്ളൂ. പിന്നെ അതിനെ കുഴപ്പം ചോദിച്ചാൽ താമസമാണ്. മറ്റേ ബസ്സിന് പോയി വരുവാണെങ്കിൽ പെട്ടെന്ന് വരും. ഇത് ഇങ്ങനെ കറങ്ങി കറങ്ങി വരുമ്പോഴത്തേനും ആ കൊല്ലത്തുനിന്ന് കൊന്ത ഉപയോഗിച്ചു തപ്പിയിട്ട് കാണുമില്ല. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കൊന്ത. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കൊന്ത. ആ അത് ഇവിടെ കിട്ടത്തില്ല അല്ലേ? ഞാൻ പോകാൻ സമയമായില്ല. പെയിന്റ് അടിച്ചില്ല. അതെ മധുരല്ലേ? മധുരം എന്തും ഇഷ്ടാ. മധുരം ഉണ്ടോ? ചീസല്ലേ? ചീസിനകത്ത് ഉണ്ടാക്കണോ?
അല്ല കപ്പലിന്റെ ഇറച്ചി ആ പാല് പാൽപ്പേട പേട ഉണ്ടാക്കിയിട്ട് പേടയായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഫ്രിഡ്ജ് വെക്കണം അതിന്. ചായ കുടിച്ചോ? ചായ കുടിച്ചോ? ചായ കുടിച്ചോ? ഇന്നെന്നാ ഇടത്തോടാണ് ആ ഇതിപ്പം ഇത് വന്ന പിന്നെ കടിയെന്നായിരുന്നു. മൂത്രത്തിപ്പഴും വന്ന പിന്നെ എന്നാ കഴിച്ചേ? ആ മുടി കിട്ടിയത് കഴിച്ചതെന്നാ? കഴിച്ചില്ല, കഴിക്കാൻ പോണേ ഉള്ളൂ. എന്നല്ല ആ സോഫ്റ്റ് ആയോണ്ട് നല്ല എളുപ്പമുണ്ട്. സോഫ്റ്റ് അല്ലേ? കഴിച്ചാ മുറിയോ അല്ലേ? ചാരകയാ ചായ കുടിച്ചേക്കുമ്പോ വന്നത് ഹോട്ടലിൽ കൂടെ ഒന്നും ആ റോട്ടിലെല്ലാം ഇതായി പോയി. യുദ്ധം വന്നതോടുകൂടി ഭയങ്കര ഇപ്പൊ ഗ്യാസ് ബുക്ക് ചെയ്താൽ കിട്ടാനില്ല. ആപ്പാടെ തലവേദനയായി. ഒന്നും മനസ്സിലാകുന്നില്ലേ? അതിനാ മനസ്സിലാക്കാൻ അല്ലാണ്ടൊക്കെന്ന് പറഞ്ഞു അതൊക്കെ പറഞ്ഞു പറയുന്നത് കഴിച്ചോ? മതിയോ? കണ്ണോടെ എടുത്തോ? കുഞ്ഞമ്മ കൊണ്ടുവന്ന തേനമുട്ടായി പൊട്ടുന്നിടത്ത് തിരുവാനും. ഇതെന്നോ? എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. രാവിലെ മധുരം കഴിക്കുന്നു. രാവിലെ മധുരം കഴിക്കുന്നു. അമ്മച്ചിക്കുള്ള സ്പെഷ്യലാണ്. അതാണ് ഇച്ചിരി ഇതുങ്ങൾ കഴിച്ചു. പല്ലിനെല്ലാം വേദന. മറ്റെല്ലാം ഓ പല്ലിന് കാര്യം കൊടുക്കില്ല, അത് നല്ല സോഫ്റ്റാ. കഞ്ഞി മുട്ടായി പോലെയാ. മധുരം ചെല്ലുമ്പോ പല്ലിനെടുത്ത് വരും. ആ യുദ്ധം നീണ്ട വലിയ പ്രശ്നമാണ് മൊത്തം. അതായത് ഇവിടെ ഇപ്പം ഗ്യാസ് ഏറ്റവും വലിയ വിഷയമായിരിക്കുന്നത് ഇപ്പോൾ അതാണ്. ആ അതെ വിഷയമില്ല. ഇപ്പോൾ ഓർഡർ ഒത്തിരി കൂട്ടിപ്പോയെന്നേ. കൊച്ചിൻ്റെ ഹോസ്റ്റലിൽ ഗ്യാസില്ലാത്തതുകൊണ്ട് ഇതായി, ഫുഡിൻ്റെ വിഷയമായി. അവരിപ്പോൾ പുറത്തുനിന്നങ്ങാണ്ട് കൂടെ കൊടുക്കുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പം നീ ഹോസ്റ്റൽ അടയ്ക്കുമോ? പിള്ളേരെ പഠിത്തത്തിനൊക്കെ വലിയ വിഷയമാണ്. പ്രത്യക്ഷത്തിൽ നമുക്ക് വലിയ കാര്യം കാണുന്നില്ല. അല്ലല്ല പിന്നെ ഇവർ രാവിലെ നല്ല മൂഡിലായിട്ട് വന്നിട്ട് അവിടെ വന്ന് എൻ്റെ വാതൊക്കെ വന്ന് അവിടെ ഇച്ചിരി നോക്കിയൊക്കെ നിന്ന് എന്നെ പറയണം ഒന്നും വേണ്ടാതെ. ആ ഈശോ നോക്കിയിരിക്കുക. ധാരക്കാ വന്നിരിക്കുന്നേ? ധാര നമ്മുടെ കൂടെ ഇരിക്കുന്ന ആരാ? ധാര ഇരിക്കുന്നേ? മനസ്സിലായോ? കഴിഞ്ഞ ദിവസം വന്നപ്പം കൃത്യം പറഞ്ഞു. ഓരോരുത്തരും പറയാതെ അറിയത്തില്ല. അമ്മയുടെ മകളല്ലേ? അമ്മയുടെ മോളല്ലേ ഇരിക്കുന്നത്? അത് കഴിഞ്ഞ പിന്നെ അങ്ങോട്ട് ഭയങ്കര ചേഞ്ച് ആയി. നീ മകളല്ലേന്ന്. മകനല്ലല്ലോ. മകനല്ല മകളാ. ചേട്ടൻ സണ്ണിച്ചേട്ടനാ. ചേച്ചി നേരത്തെ ചോദിക്കായിരുന്നു ഒന്ന് അവരെ പിള്ളേരെന്നാ നടക്കുക നല്ല ഇത് കൂടുതലെന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു ടൈമിലാണെങ്കിൽ ചില സമയങ്ങളിൽ ഇപ്പം അത് ഇച്ചിരി അങ്ങോട്ട് പോയി. മൈൻഡ് മാറി വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ ഇത് കഴിഞ്ഞാൽ പിന്നെ മൂത്രത്തിപ്പഴുപ്പിന് വിഷയം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം എൽസീനെ സാബുവിനെ ഒരിക്കലും അമ്മ മറക്കാത്തതായിരുന്നു. അവരെ അങ്ങോട്ട് ഇതായിപ്പോയി. സാബു വന്നാൽ ചിലപ്പോൾ മൈൻഡ് പോലിക്കുക. മറന്നുപോയി. പക്ഷെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഇപ്പം. പക്ഷെ എന്നാൽ ആളെ അറിയത്തില്ല. ഒരു ദിവസം എത്ര പ്രാവശ്യം വിനോടെ വല്ല അന്വേഷിച്ചു. ആരൊക്കെയാ ഇരിക്കുന്നത് മനസ്സിലായോ? ആരൊക്കെയാ? നോക്കിക്കേ, ശ്രദ്ധിച്ച് നോക്കിയാ. അമ്മ വഴിയിലോട്ടാണ് നോട്ടം മുഴുവൻ. ഇപ്പോഴും എപ്പോഴും വഴിയിലോട്ട് നോക്കിയിരിപ്പാണ്. ഇങ്ങനെ നിൽക്കുന്നോണ്ട് ആരെയും കാണത്തില്ല. വഴിയില്ലേ, വഴിയെ പോണവരെ കാര്യമാണ് പറഞ്ഞത്. വഴിയെ പോണവരെ പറഞ്ഞു
അതൊക്കെ കൊണ്ട് വെച്ചിട്ട് ഇവിടെ വന്ന് ഇരിക്കാൻ പറഞ്ഞത്. നല്ല മോഡിലായിരുന്നു ഇപ്പൊ കാണാൻ. അതെ വർത്താനങ്ങളൊക്കെ പറയാ. വർത്താനങ്ങളൊക്കെ പറയാ. വർത്താനങ്ങളൊക്കെ ഇച്ച് പറയാ. അതാരാ അമ്മച്ചി? വർത്താനം പറയാനും ആ അമ്മച്ചി മിണ്ടായിരുന്നിട്ട് സങ്കടം വരുന്നു. വർത്താനം പറഞ്ഞായിരുന്നു എന്നോട്. കുഞ്ഞാടോ വർത്താനം പിന്നെ നമുക്ക് അറിയത്തില്ല. അറിയാവുന്ന പറയണം. അവരെവിടുന്നാ വന്നേന്ന് ചോദിച്ചു. എവിടുന്നാ വന്നേന്ന് ചോദിച്ചു. ആ എവിടുന്ന വന്നോന്നൊക്കെ ചോദിക്കുന്നു. ഇപ്പൊ മരുന്നുണ്ടോ കഴിക്കാൻ? മരുന്നുകളുണ്ടോ കഴിക്കാൻ? ഇല്ലേ? ജലദോഷമായിരുന്നു. അപ്പടി ഇല്ലേ? ഒരാളെ ഒരു ജലദോഷം മൂത്രത്തിപ്പഴുപ്പായിരുന്നു. വെള്ളം ഒട്ടും കുടിക്കാമല്ലോ. വെള്ളം കുടിക്കണം. വെള്ളം പഞ്ചാബിന്ന് വന്നാ. പഞ്ചാബിന്ന് വന്നാ. ആരാ? പഞ്ചാബിന്ന്. പഞ്ചാബ് ഡൽഹിയുടെ. പഞ്ചാബോ? ആ വന്നോ? ആ അവിടുന്ന് വന്നാ ചേച്ചിയൊക്കെ. വന്നവരാ അവര്. എന്നിട്ട് അവരെന്ത്? ദേ ഇത് ചേച്ചി. അവിടുത്തെ മിഠായി ഇത് കണ്ടോ? ആണോ? ആ പഞ്ചാബി ഇന്നാള് വന്നപ്പോ ചാച്ചനെന്തി അമ്മച്ചി ഇന്ന് മൂട് വിട്ടു പോയി. അവിടെ കിട്ടിയില്ലാത്ത മിഠായിയാ. അവിടുന്ന് സ്പെഷ്യൽ അമ്മച്ചിക്ക് മേടിച്ചു. മധുര ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞു. മിഠായി ഇഷ്ടമല്ലേ ഒത്തിരി? മിഠായി ഒത്തിരി ഇഷ്ടമല്ലേ? മധുരം ഇഷ്ടമല്ലേ? വായിക്കൊക്കെ രുചി കിട്ടാൻ മധുരം. മധുരം ഷുഗർ ഇല്ലാത്തത് കിട്ടോ? ഷുഗർ ഉണ്ട് ഒന്നും കഴിക്കാൻ പറ്റിയതാ. അതെ വാലൊക്കെ വിചാരിക്കും. അതാരാ അത് പോയത്? അമ്മയുടെ മരുമോനാ. സണ്ണിച്ചേട്ടന് മധുരം ഉപയോഗിക്കാവോ? അമ്മയുടെ മോളുടെ കെട്ടിയോനാ. അമ്മയുടെ മോളുടെ കെട്ടിയോനാ. ആടായിട്ട് പോകും. ഇവിടെ മകളേതാ? ഇത് ഇത് എൽസിയായിരിക്കുന്ന കണ്ടോ? ആ എൽസിയാ. കാണിക്കുന്നില്ല അല്ലേ അമ്മച്ചി? കഥ അടയ്ക്കുവാ. ആരും കയറുമോ വേണ്ട. കഥ അടച്ചിട്ട് അത് തുറന്നിട്ട് അമ്മച്ചിക്ക് അതൊക്കെ കാണാം. വഴി കണ്ടോണ്ടിരിക്കണം. ആരാ വരുന്ന ആരാ വരുന്ന. വഴിയെ പോണവരല്ലേ എണ്ണ എടുക്കണം. ഇതിനെയല്ലേ ആ വണ്ടി കിടക്കുന്നത്. ആ അവരുടെ വണ്ടി. അത് അമ്മച്ചിയുടെ മോളുടെ വണ്ടിയാ. അമ്മച്ചിയുടെ കൊന്ത ഞാൻ നൈറ്റിക്ക് എല്ലാത്തിനും ചേരുമായിരുന്നു. നല്ല കൊന്തയായിരുന്നു. എന്നാലും ഞാൻ വന്നപ്പോ കൊന്ത തന്നില്ലേ? അത് ഇറ്റലിയിൽ നിന്ന് കിട്ടുന്ന കൊന്തയായിരുന്നു. അമ്മ എവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഏതോ കൂടിനകത്തോ പെട്ടിക്കകത്തോ ഇവിടെ ഉണ്ട് സാധനം. അതെ അല്ല കടക്കാട് അടി വെക്കില്ല. അതങ്ങനെയൊന്നും വെക്കില്ല. കടക്കാട് അടിയിലൊന്നും കൊണ്ട് വെക്കില്ല. ഒന്ന് കൂടിനകത്ത് കാണും അല്ലെ പെട്ടിക്കകത്ത് കാണും. ചായ ചായ സണ്ണിച്ചേട്ടാ അതാ ഒരു ചായയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞാൻ അമ്മയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ചേച്ചി ഇവിടെ വന്നിരുന്നു. വാ എടുത്തോളാം. കളിയാ കളിയേ പോയി. ഓട്സ് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ കഴിക്കുക. അല്ല കഴിക്കല്ല. രാവിലെ ചായ കുടിച്ചതല്ലേ, ചൂടത്ത് ചായ ഒത്തിരി നമുക്ക് ബാക്കിയുള്ള വെള്ളം കുടിക്കാൻ പിന്നെ കുഴപ്പമില്ല. ജ്യൂസും ഇതൊക്കെ ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് കുടിക്കും. വെള്ളം കൊടുത്താൽ സമ്മതിക്കില്ല. വഴിയിലോട്ട് കഥ തുറന്നാൽ പിന്നെ രക്ഷയില്ല. ആരാ വരുന്നേ? ആരാ? ഇവിടെ എല്ലാവരും ആയിട്ട് ജീവിച്ചോണ്ടിരിക്കണം. ചായ വേണ്ടേ? ചായ കുടിച്ചാ
ഇനിയിപ്പം ചായ ഒക്കെ കഴിക്കാൻ. അത് രണ്ടും കൂടിയാണ്. രണ്ടും കുടിച്ചോ? രാവിലെ വിളിയേക്കുന്നോടെ കേൾക്കുന്ന കേട്ടിട്ട് പിന്നെ ചിലപ്പോൾ അവിടെ കിടക്കും, ചിലപ്പോൾ കിടന്ന് പ്രാർത്ഥന ചെല്ലും, ലേറ്റ് കുറച്ച് നടക്കും. അത് ഓരോ മൂഡനുസരിച്ചാ. കഴിച്ചില്ല അതാ. മനുഷ്യർ ഇനിയിപ്പം ബയോഗ്യാസ് ഒക്കെ സെറ്റ് ചെയ്യണം. അതെ ഈ പരിപാടി. ഓ ബയോഗ്യാസിന് എവിടെയാ കന്നുകാലിയുള്ള? ഒരു വീട്ടിലും കന്നുകാലിയില്ലേ ഇപ്പോൾ? എന്താ കാര്യം, ഇവിടെ എന്ന് പറഞ്ഞാൽ വീട് വഴി ആളില്ലല്ലോ. പഠിക്കുന്ന പിള്ളേരുടെ ഇവിടെ അല്ലാതെ എവിടെയാ ആളുള്ളത്? 2 പേരേ ഉള്ളൂ. അവർക്ക് ഇപ്പോൾ ഒരു കുറ്റി ഗ്യാസ് ഉണ്ടെങ്കിൽ 3-4 മാസം പോകുന്നേ. വലിയ ഭക്ഷണം ഉണ്ടാക്കാൻ പരിപാടിയൊന്നും ഇല്ലല്ലോ. പിന്നെ വേറെ ഇലക്ട്രിക്കൽ ഓട്ടം മേടിച്ചാൽ ചെറിയ ആ അതെ. പിന്നെ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിപ്പോ, വീട്ടിൽ ഭക്ഷണം കഴിപ്പില്ല. ആ ഹോട്ടലിൽ ഇപ്പം പണി മാളി. മുട്ടായി വെക്കാൻ പോകണോ? ഇഷ്ടമാന്നേ. അതിലുള്ള ഇങ്ങനെയൊക്കെ കിട്ടി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് തിന്നും. കഴിഞ്ഞ ദിവസം കുഞ്ഞമ്മ കൊണ്ടത് മുട്ടായി. ആ ചുമല. അത് പഞ്ചസാര ഇപ്പൊ പണ്ടത്തെ പോലെ തേനല്ല അതിനകത്ത്. അതിപ്പോ പഞ്ചസാര ഇട്ട് ഉണ്ടാക്കണം. ആ മറ്റേനോട് മധുരം ഇല്ല. അതുകൊണ്ട് അതല്ലെന്നേ ആ മുട്ടായി അല്ല മുട്ടായി എടുത്ത് തന്നാന്നേ. ആ മറ്റേ മുട്ടായി എടുത്ത് കഴിച്ചില്ലേ? അത് നല്ല മധുര തന്നെ കഴിക്കുവാണെങ്കിൽ. അത് ഒത്തിരി മതിയായിരിക്കൂടെ, അതിലൊക്കെ കുറുകിപ്പോവും. ഒത്തിരി കുറിയാ തിനിയല, ഒത്തിരി കുറിയാ തിനിയല. എന്നാ പ്രശ്നം വെച്ചാൽ നിങ്ങളെല്ലാവരും കൂടെ ഈ വട്ട ഇരിക്കുന്നതിൻ്റെ ഒരു വിഷയമാണ്. എല്ലാവരും കൂടെ വട്ട ഇരിക്കുന്നതിൻ്റെ വിഷയമാണ്. ആ അത് പൊതുവെ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ടെന്നേ പറയുള്ളൂ. എന്നിട്ട് മധുരം തിന്നുകൊണ്ട്. പക്ഷെ പണ്ടത്തെ പോലെ മധുരമൊന്നും കഴിക്കലായിരുന്നു. മധുരം അധികം കഴിക്കലായിരുന്നു. ഇത് ഇങ്ങനെ ആയപ്പനെയാണ്. അതെ അതെ. ആ വേറെ എടുത്തിട്ട് ആ സ്പൂൺ എടുത്തിട്ട് അതിങ്ങനെ പറയും. ഇങ്ങനെ മാറി മറിയും പറഞ്ഞോണ്ടിരിക്കും. ചൂടുണ്ടായില്ലെന്ന് പറയും, ഇല്ലെങ്കിൽ ഉണ്ടെന്ന് പറയും. അങ്ങനെയൊക്കെ ആ അതിന്റെ മധുരത്തിന്റെ കാര്യമല്ലെന്നാ പറയും. ആ മുട്ടായി തിന്നുകൊണ്ടാണ്. അതല്ല ആ മുട്ടായിക്ക് നല്ല മധുരമല്ലേ. പഴയ പോലെ സ്പീഡിൽ ഭക്ഷണം കഴിക്കുകയില്ല. അത് കഴിഞ്ഞ പിന്നെ ഇപ്പം ഇച്ചിരി സ്ലോയിൽ ഇരുന്ന് നല്ല മധുരമല്ലേ. ആ അതാ ഞാൻ പറഞ്ഞേ. ആ ചേഞ്ച് വന്നോണ്ടിരിക്കുന്നു. അതെ അതെ. കഴിക്കേ കഴിക്കുമ്പോ ഒരു മടിയുണ്ട്. ഇവരോടെ പോവാം നമുക്ക്. കഴിച്ചോ. വിശപ്പ് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഇല്ല, ഇപ്പം കഴിക്കുന്നുണ്ട്. ആ അസുഖം വന്ന സമയത്ത് ഇച്ചിരി പാടായിരുന്നു. അന്നേരം നമ്മൾ ഇച്ചിരി ബലമായിട്ട് കളിപ്പിക്കുന്നായിരുന്നു. പോവാനുള്ള വാ കഴിക്കേ. വേണ്ടേ മരക്കാട് പള്ളിക്ക് പോവാ. വീട്ടിൽ പോണ്ടേ? വീട്ടിൽ പോണ്ടേ? ആ എന്നാ കഴിക്കേ. കൊണ്ടുകൊള്ളു. അയ്യോ കഴിക്കാതെ പോകാൻ പറ്റിയല്ല. അവിടെ വീട്ടിലൊന്നും ഇല്ല. ആൾക്കാരൊക്കെ പോയപ്പോ
ആൾക്കാർ ചെല്ലുമ്പോൾ അവിടെ കഴിക്കാൻ വല്ലതുണ്ടോ? അവിടെ ഒന്നും കിട്ടിയല്ല. ഗ്യാസില്ല, ഗ്യാസ് ഗ്യാസ് ഇല്ല ഇപ്പം. അറിയില്ല കാര്യം. ആ പെരുമാറ്റത്തില ആണോ? അത് അവിടെയാണ് കാര്യം. മനുഷ്യരോട് പെരുമാറുന്ന പോയിന്റ് ഉപദേശം മാത്രം കൊണ്ട് കാര്യമില്ലല്ലോ, പ്രവർത്തികളും കൂടെ വേണ്ടേ? എനിക്ക് വീട്ടിൽ പോണ്ടേ? കഴിക്കാതെ വീട്ടിൽ പോവാം. വണ്ടി വന്നിട്ടുണ്ട്. കാറ് വന്ന് കിടപ്പുണ്ട്. കാറേലങ്ങ പോകാം, കഴിച്ചോ. എന്നാ കാറേലങ്ങ പോകാം കഴിക്കുവാണെങ്കിൽ. കാറേലേ കാറ് വന്നിട്ടുണ്ട്. കാറ് വീട്ടിൽ പോവാൻ. വീട്ടിൽ പോകാൻ ആ അപ്പൊ കഴിക്കുക വേണം. അല്ലാതെ പോയാൽ മതി. അല്ല അങ്ങനെ പോകാൻ പറ്റില്ല. ഇങ്ങനെ പോയാ കഴിച്ചാലേ പോവുള്ളൂ. ഒന്നും വേണ്ട. അയ്യോ അത് കഴിക്കും. കഴിക്കണം. പകുതി കഴിക്കും. പകുതി മൊത്തം കഴിച്ചാൽ മതി. ഇനിയിപ്പം കോരി കൊടുക്കേണ്ട വരുമായിരിക്കും. അതിപ്പോ ആൾക്കാരിങ്ങനെ ഇരിക്കുമ്പോ അമ്മയ്ക്ക് അങ്ങനെ മടിയാ. പൊതുവെ പണ്ടേ അങ്ങനെ. മേളങ്ങ് മാറാം. പണ്ടേ അമ്മ അടുക്കളയിൽ ഇരുന്നേ കഴിക്കുള്ളൂ. ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പിന്നെ 1, 2, 3 ഒരു മുത്തുമാലയുണ്ടല്ലോ അമ്മേ. അമ്മയ്ക്ക് പോകണ്ടേ? വേഗം കഴിച്ചേ. മേ വരുന്നുണ്ടോ? കഴിക്ക്, പോകാം. വീട്ടിൽ പോണ്ടേ? വീട്ടിൽ പോണ്ടേ? വീട്ടിലോ? ആ എന്റെ വീട്ടിൽ പോകാതെ ആ നമുക്ക് പോവാം. കഴിക്ക്. കഴിച്ച് ശകലം കഴിച്ചിട്ട് പോവാം. കുറച്ച് വിളിച്ചാൽ മതി. 2 സ്പൂൺ ഉണ്ടല്ലോ കഴിക്കും. അമ്മ അമ്മേനെ നോക്കിയിരിക്കുക ഇവരല്ല. കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. വേഗം കഴിക്ക്, പോകാം. ഇവളും പോവാ. കഴിക്ക്. പോരാ. ആ കഴിക്ക്, വേഗം കഴിക്ക്. കഴിക്ക്. ഭയങ്കര ചൂടുവാ. എനിക്ക് വേണ്ട. പകുതി എങ്ങനെ കഴിക്കും? ചൂട് പോയി. ഇനി കഴിക്കാമല്ലോ. ചൂട് പോയില്ല, ഇനി വേഗം കഴിക്കാം. കൂടുതലായിരിക്കും നല്ലത്. അവരൊക്കെ പോവാ. ആ വേഗം പെട്ടെന്ന് കഴിക്കും പോണെങ്കിൽ. ഇങ്ങോട്ട് പോട്ടെ. വേഗം കഴിക്കും. എല്ലാവരും ഒന്നിച്ച് ഇവിടെ കിടക്കാൻ പറ്റും. അതൊക്കെ അവരുടെ കാര്യത്തിൽ പോകും. ഞങ്ങളുടെ വിട്ടോടല്ലോ. വേഗം കഴിക്കും. എല്ലാവരും ഒന്ന് കണ്ടു കയറ്റങ്ങ പോകും. അത്രേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് അറിയാം. ഇപ്പൊ തണുത്ത് പോയ കൊള്ളിയല്ലെന്ന്. വേഗം കഴിച്ചേ. മതി ഇത്. അയ്യോ അതിനാ കഴിക്കാതെ പാ. പൊരിയൊന്നും കൊടുത്തുണ്ടായിരുന്നു. എന്നാൽ മേലാതെ വന്ന സമയത്ത് മാത്രമേ കൊടുത്താൽ മതിയായിരുന്നു. ഇതിപ്പം വേണ്ട. ഇനിയിപ്പോൾ അറച്ചു പോയി. അതിന്റെ ആ ഒരു ഇതിലാണ് മുട്ടായുടെ ടേസ്റ്റ്. തേൻമുട്ടായി കൊണ്ടുവന്നിട്ട് ഒരു പാക്കറ്റും അമ്മ തന്നെ കഴിച്ചത്. എന്ന് വെച്ചാൽ ഇവിടെ മേശയിൽ വെച്ചിരിക്കുവായിരുന്നേ. ഓരോന്ന് വന്ന് എടുത്തെടുത്ത് തിന്നും. അതവിടെ ആദ്യം പുള്ളി കഴിച്ചായിരുന്നു. ഇനിയും കൂടെ അത് മുഴുവൻ തന്നെ ഇരുന്ന് കഴിച്ചോളൂ. അതെന്തായിരിക്കണം മഴയെ നിങ്ങൾ പോയി കഴിച്ചോ. ഞങ്ങൾക്ക് വേറെ ഇതൊന്നും ഞങ്ങൾ കഴിക്കുകയല്ല. ഞങ്ങൾക്ക് വേറെയാ. ദേലിക്കുട്ടിയമ്മയ്ക്ക് സ്പെഷ്യൽ ഉള്ളല്ലേ? അമ്മയ്ക്ക് മാത്രം ഉള്ളതാ. മധുരം ആദ്യം കഴിച്ചതിൻ്റെ ഇതായിപ്പോയി. അതാ പറ്റിയത്. നല്ല കഴിക്കുന്നത്. വേണ്ട. എന്ന് വെച്ചാൽ ഇത് കഴിച്ചിട്ട് മധുരം കാണിച്ചാൽ മതി. മതിയായിരുന്നു. കുഞ്ഞുപിള്ളേ ആയപ്പോയല്ലോ. ദേലിക്കുട്ടിയമ്മ മടിച്ചിയാ. വേണ്ട. വേണ്ടെന്നൊക്കെ അങ്ങനെ പറയില്ല. എനിക്ക് വേണ്ട. ഇതും കൂടെ കഴിക്കണം. ഇവിടെ കഴിച്ചിട്ട് നമുക്ക് പുറത്ത് പോവാം. വീട്ടിൽ പോണ്ടേ? പോവുക എല്ലാവരും. നമ്മളും പോവാ. ഒത്തിരി നാളായില്ലേ പുറത്തിറങ്ങിയിട്ട്. നമ്മള് എന്നാ പുറത്തൊക്കെ ഇറങ്ങട്ടെ. ചേച്ചിയുടെ ഒരു അനീതിയും പള്ളി ഞാൻ കാണാറുണ്ട്. മിണ്ടായിരിക്കും പറ്റില്ല. ആദ്യം വിളിച്ച് എന്നെ വിളിക്കാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ല അതാ മതി. ഓര് കഴിക്കുമായിരുന്നേ. ഇതിപ്പോ എല്ലാരും കണ്ടുപോലെ ഉള്ളതാ. ആളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അമ്മ തീർന്നു. നമുക്ക് പോണം. മരുന്ന് കൂടെ കഴിച്ചു പോവാനുള്ള വാ. നോക്കിക്കുവാ. അമ്മയുടെ മകള് നോക്കിയിരിക്കുന്നു. പോണം നമുക്ക്. 2 സ്പൂണും കൂടെ അല്ലേ ഉള്ളൂ. കോരി തരികല്ലോട്ടാ ഇനി. അതെ കോരി തരുന്ന ചീത്തയാ നീ. അവന് കഴിക്കാൻ പറ്റുന്ന സമയത്ത് നമ്മൾ തന്നെ കഴിക്കുക. അത്രേ ഉള്ളൂ. മേലാതെ വരുന്ന സമയത്ത് ഒരാളുടെ സഹായം വേണം. വരുന്ന സമയത്ത് മാത്രം കോരി വേറെ ഒരാൾ കോരി. മുഴുവൻ കഴിച്ചല്ലോ അമ്മ. നമുക്ക് പോവാം. നീ പൊക്കോ കേട്ടോ. മരുന്നും കൂടെ കഴിച്ചിട്ട് പൊക്കോ. മോൻ കഴിക്കും. നീ വാ പോര്. മോൻ കഴിക്കും. മരുന്നെടുത്തു. മോൻ കഴുകിയിട്ട് പോണം. അത് കഴിക്കേ. എന്നാ വെള്ളം തരാം. അത് കഴിക്കും.
അമ്മ എല്ലാം കൂടെ ഒന്നിച്ചൊരു ഒറ്റ വായിലിടില്ല. വെള്ളം പോലും വേണമെന്നില്ല. ഇല്ല, 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 ഇത് ഇവിടെ ഉണ്ട്. ഇത് ഇവിടെ ഉണ്ട്. ഇത് ഇവിടെ കുടിക്കണം. ഇത് അവര് പോകാൻ റെഡിയായി നിൽക്കുവോ? പോണല്ലെങ്കിൽ നമുക്ക് എന്നാ ചെയ്യണ്ടേ? പോണോ? എന്നെ ഇപ്പിക്കാതെ ഓടിക്കും. എന്നാ, കുടിച്ചിട്ട് നമുക്ക് പോണെന്ന്. വീട്ടിലോട്ട് വീട്ടിൽ പോണെന്ന്, ഇന്ന് പോണെന്ന്. എങ്ങോട്ടാണ് ചെല്ല്? എന്നാ ഞാൻ പോവാ. ഞാൻ പോകും കേട്ടാ. ഞാൻ പോയ പിന്നെ എന്നാ ചെയ്യും? എന്നാ എന്നാ ചെയ്യും? ആ, എന്നാ? എന്തൊരു ദേഷ്യം. എന്നാ ഇതും കൂടി ഉണ്ട്. ഒരു കവളും കൂടിയേ ഉള്ളൂ. എല്ലാരും വേണ്ട. എന്നാ അമ്മേനെ എല്ലാരും നിർബന്ധിപ്പിച്ച് ചെയ്യിക്കുന്നതാണ് അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത. മനസ്സിലായില്ലേ? ആ അപ്പം ക്ഷീണഭാവം കൂടുതൽ കാണിക്കും. എല്ലാവരും കോരി കൊടുക്കുന്നു, നോക്കി നിൽക്കുന്നു. ഇതൊക്കെ അമ്മയ്ക്കൊരു വിഷയമാണ്. പിന്നെ കാണാം കേട്ടോ. അമ്മയ്ക്കൊരു മൂഡ് ഓഫ് ഉള്ളതാണ് അങ്ങനെ. അത് പണ്ട് പോലുള്ള. ഇനി എന്നാ വന്നെ? ഇനിയോ? ഇനി നാളെ ഭക്ഷണം ഓട്സൊക്കെ കഴിച്ചിട്ട് ഇരിക്കുമ്പോഴത്തേക്കും വരും ഞാൻ. നാളെ പോട്ടെ. സ്തുതിയായിരിക്കട്ടെ, ഈശോമിശിഹായ്ക്ക്. പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടിയിട്ടൂടെ. ഇപ്പൊ ഇച്ചിരി വർത്തമാനം പറയാനുള്ള മൂഡായി വന്നിട്ടുണ്ട്. ഇപ്പൊ ഇച്ചിരി മൂഡിലായി. ഭക്ഷണം പിന്നെ കൊടുത്താൽ മതിയായിരുന്നു. ഞാൻ ഉണ്ടാക്കി പോയത് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അത് കൊള്ളത്തില്ല. തണുത്ത് പോയ ഒരു ടേസ്റ്റ് കൊള്ളത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആയി. മിഠായി കഴിച്ചാലും പുള്ളിക്കാരൻ താല്പര്യപ്പെടുന്നില്ല. എന്നാ ശരി പോട്ടെ. ആയിക്കോട്ടെ. നിങ്ങൾ എത്ര ദിവസം ഉണ്ട് ഞങ്ങളിപ്പം മറ്റേ ഞാൻ പറഞ്ഞില്ലേ സ്ഥലത്തിന്റെ? അതിന് വേണ്ടി ആ ഹാ ഹാ ഓക്കെ ഓക്കെ. വേണ്ട, അവര് പോവാ. ടാറ്റ കൊടുക്കുക. ടാറ്റ കൊടുക്കുക. എന്നാത്തിനാ ആണോ? അങ്ങനെയൊക്കെ പറയാതെ. അതെ. അമ്മേനെ കാണാൻ അവര് വന്നതല്ല, അപ്പൊ ടാറ്റ കൊടുക്കണ്ടേ? അവർ സ്നേഹത്തോടെ വരുന്നതല്ലേ? എന്ന് വന്നാലും അമ്മനെ കാണാൻ വരുന്നതല്ലേ? ഒരു പോവാ. വേണ്ട, പോയി. അമ്മ ഞങ്ങളെ കൂടെ വിഷമിപ്പിക്കൂല. ആൾക്കാർ വന്നു കഴിയുമ്പോ അമ്മ ഭക്ഷണം കഴിക്കത്തില്ല. എന്നിട്ട് അമ്മ ഞങ്ങളോട് വഴക്കുണ്ടാക്കുന്നു. അല്ലാത്ത സമയത്ത് അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. ഇതെന്നാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അമ്മയുടെ പണ്ട് പോലുള്ള ശീലല്ലേ. എന്നാ പോയി കിടന്നോനി. വർത്താനം പറയാൻ മൂടായി വന്നപ്പോൾ അവർ പോവുകയും ചെയ്തു. വീട്ടിൽ വർത്താനം പറയാൻ മൂടായി വന്നപ്പോൾ അവർ പോവുകയും ചെയ്തു അല്ലേ? എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.